all, welcome to Study with PSC. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ തകർത്തടിച്ച് പഠിക്കുമായിരിക്കുമല്ലോ അല്ലേ? വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക കേട്ടോ. 10th മെയിൻസിലുള്ള ഒരു നല്ലൊരു എക്സാമാണ്. സിലബസൊക്കെ വളരെ 10th മെയിൻസിൻ്റെ തന്നെയാണ്, സിമ്പിളായിട്ടുള്ള സിലബസാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓശ എന്ന വാക്കിൻ്റെ സമാന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി ശബ്ദം. ഓശ എന്ന വാക്കിൻ്റെ സമാന അർത്ഥം വരുന്ന പദം ഏതാണ്? ശബ്ദം. ശബ്ദത്തിൻ്റെ പര്യായ പദങ്ങളൊന്ന് പഠിക്കാം. ശബ്ദം പര്യായ പദങ്ങൾ ഓശ, ധ്വനി, രവം, ആരവം, നിനാദം, ധ്വാനം. ശബ്ദത്തിൻ്റെ പര്യായ പദങ്ങൾ ഓശ, ധ്വനി, രവം, ആരവം, നിനാദം, ധ്വാനം. ഓക്കെ, അപ്പം ഇതെല്ലാം പഠിച്ചു വയ്ക്കുക കേട്ടോ. ശബ്ദത്തിൻ്റെ പര്യായ പദങ്ങൾ: ശബ്ദം ഓശ, ധ്വനി, രവം, ആരവം, നിനാദം, ധ്വാനം. പക്ഷി എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ബി പത്രി. പത്രി എന്ന് വെച്ചാൽ അർത്ഥം ഇല എന്നാണ് കേട്ടോ. പത്രി അർത്ഥം ഇല. അപ്പോൾ നോക്കിക്കേ, പക്ഷി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? പത്രി. പത്രി എന്നാൽ അർത്ഥം ഇല. ഇലയുടെ പര്യായ പദങ്ങളാണ് ഇല, പത്രി, ദളം, പർണം. പർണം. നോക്കിക്കേ, ഇലയുടെ പര്യായ പദങ്ങളാണ് പത്രി, ദളം, പർണം. പക്ഷി എന്നർത്ഥം വരുന്ന പദങ്ങളാണ് വിഹഗം, ദിജം, ശകുന്തം. പക്ഷി എന്നർത്ഥം വരുന്ന പദങ്ങൾ വിഹഗം, ദിജം, ശകുന്തം. പക്ഷിയുടെ പര്യായ പദങ്ങളാണ് പക്ഷി. വിഹഗം, പതംഗം, വിഹഗം, പതംഗം, ഖഗം, ദിജം, ശകുന്തം. ഓർത്തു വയ്ക്കുക, പക്ഷിയുടെ പര്യായ പദങ്ങൾ വിഹഗം, വിഹഗം, പതംഗം, ഖഗം, ദിജം, ശകുന്തം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? പക്ഷി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? പത്രി. പത്രി എന്ന് വെച്ചാൽ അർത്ഥം ഇല. ഇലയുടെ പര്യായ പദങ്ങളാണ് പത്രി, ദളം, പർണം. പക്ഷിയുടെ പര്യായ പദങ്ങളാണ് വിഹഗം, പതംഗം, ഖഗം, ദിജം, ശകുന്തം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ പ്രേഷകൻ. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം പ്രേഷകൻ. പ്രേക്ഷകൻ അർത്ഥം കാണുന്നയാൾ. പ്രേക്ഷകൻ അർത്ഥം കാണുന്നയാൾ. കാണുന്നയാളാണ് പ്രേക്ഷകൻ. പ്രേഷിതൻ. പ്രേഷിതൻ അർത്ഥം അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവൻ.
അയക്കപ്പെട്ടവൻ, പ്രേഷിതൻ. പ്രേക്ഷിതൻ അർത്ഥം കാണപ്പെട്ടവൻ, കാണപ്പെട്ടവൻ. അപ്പോൾ നോക്കിക്കേ, അയക്കുന്നയാള് പ്രേക്ഷകൻ, കാണുന്നയാള് പ്രേക്ഷകൻ, അയക്കപ്പെട്ടവൻ പ്രേക്ഷിതൻ, കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ. ഇത് ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ പറഞ്ഞുതരാം, കാരണം ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. കണ്ണ് എന്ന പദത്തിൻ്റെ അർത്ഥമാണ് അക്ഷി. കണ്ണിൻ്റെ അർത്ഥമാണെന്ത്? അക്ഷി. അക്ഷി അത് മിക്കവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ലാത്തവരൊന്ന് പഠിച്ചു. കണ്ണിൻ്റെ അർത്ഥമാണ് അക്ഷി. അപ്പം അക്ഷിക്കകത്ത് എന്താ? ഇക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇക്ഷ വരുന്ന എന്താ? കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇക്ഷ വരുന്നത്. അപ്പം എന്താണ്? പ്രേക്ഷകൻ എന്ന് വെച്ചാൽ കാണുന്നയാളും പ്രേക്ഷിതൻ എന്ന് വെച്ചാൽ കാണപ്പെട്ടവനും. അങ്ങനെ അങ്ങ് ഓർക്കുക. കാരണം ഇത് ഓർത്ത് വയ്ക്കാൻ എന്തെങ്കിലും ഒരു ക്ലൂ വേണമല്ലോ. ഞാൻ കണ്ടുപിടിച്ചൊരു ക്ലൂ ആണിത്. ഞാൻ പണ്ട് പോലെ യൂസ് ചെയ്യുന്നതാണ്. അതായത് കണ്ണിൻ്റെ അർത്ഥമാണ് അക്ഷി. അക്ഷിക്കകത്ത് ഇക്ഷയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇക്ഷ വരുന്നത് കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം എന്താണ്? പ്രേക്ഷകൻ കാണുന്നയാള്, പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ. ഈ ഇക്ഷ നോക്കുക, ഇവിടുത്തെ ഇക്ഷ നോക്കുക. അക്ഷിയുടെ ഇക്ഷ, പ്രേക്ഷകന്റെ ഇക്ഷ, പ്രേക്ഷിതന്റെ ഇക്ഷ. അപ്പം എന്താണ്? അക്ഷി എന്ന് പറയുമ്പോൾ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം പ്രേക്ഷകൻ കാണുന്നയാള്, പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ. നമ്മൾ TV-യിലൊക്കെ പറയത്തില്ലേ, പ്രേക്ഷകരെ എന്നല്ലേ അവർ പറയുന്നത്. ടി വിയിൽ ഇങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകരെ നമ്മളോട് പറയുന്നതായിട്ട് പറയുമ്പോൾ പ്രേക്ഷകർ വേണം, പ്രേക്ഷകരെ അത് ചെയ്യൂ എന്ന് പ്രേക്ഷകർ. അപ്പം നമ്മളെന്താ? TV കാണുന്നവരല്ലേ? TV കാണുന്നവരാണ് നമ്മൾ, കാണുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ എന്താണ്? പ്രേക്ഷകൻ എന്നുള്ള അർത്ഥം എന്താ? കാണുന്നയാൾ. അപ്പോൾ ആ TV-യിൽ നമ്മൾ TV കാണുന്ന കാര്യം അങ്ങ് ഓർത്താൽ മതി. നമ്മളൊക്കെ എന്താ? പ്രേക്ഷകരാ, അതായത് കാണുന്ന ആൾക്കാരാ. അപ്പോൾ എന്താണ്? ഈ പ്രേക്ഷകൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? കാണുന്നയാള്. അപ്പോൾ പ്രേക്ഷിതനോ? കാണപ്പെട്ടവൻ. പ്രേക്ഷിതൻ എന്താണ്? കാണപ്പെട്ടവൻ. അപ്പോൾ ഇനി നിങ്ങൾ മറന്നു പോകത്തില്ലോ അല്ലേ? കണ്ണിൻ്റെ അർത്ഥം എന്താണ്? അക്ഷി. അക്ഷിയുടെ ഇക്ഷ വെച്ച് ഇവിടുത്തെ ഈ എന്താ? കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് എടുക്കുക. പ്രേക്ഷകൻ കാണുന്നയാള്, പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ. TV കാണുന്നതായിട്ട് ഓർത്താൽ മതി. അപ്പോൾ എന്താ? TV കാണുമ്പോൾ നമ്മളൊക്കെ എന്താ? പ്രേക്ഷകരാണ്, കാണുന്ന ആൾക്കാരാ. അപ്പോൾ എന്ത് വരും? പ്രേക്ഷകൻ എന്ന് പറയുന്നത് കാണുന്നയാൾ വരും, പ്രേക്ഷിതൻ എന്ന് പറയുന്നത് കാണപ്പെട്ടവൻ വരും. ഓക്കെ, അപ്പോൾ പ്രേക്ഷകനും പ്രേക്ഷിതനും ഉള്ള കൺഫ്യൂഷൻ മാറി. പിന്നെ എന്താ? ഇക്ഷ വെച്ചിട്ട് കാണുന്നതുമായി കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടത് എടുക്കുക. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ. അപ്പം മറ്റേതെന്തായിരിക്കും? പ്രേക്ഷകൻ എന്ന് പറയുന്നത് അയക്കുന്നയാള്, പ്രേക്ഷിതൻ എന്ന് പറയുന്നത് അയക്കപ്പെട്ടവൻ. പ്രേക്ഷകൻ, അകൻ എന്ന് പറയുന്ന അപ്പം അയക്കുന്നയാൾ എന്ന് വരും. കാണുന്നയാൾ പോലെ അയക്കുന്നയാളാണ് പ്രേക്ഷകൻ, അകൻ എന്ന് ചേർത്ത് വരുന്നത്. മറ്റേതെന്താണ്? പ്രേക്ഷിതൻ എന്ന് പറയുമ്പോൾ കാണപ്പെട്ടവനല്ലേ, അതുപോലെ പ്രേക്ഷിതൻ എന്ന് പറയുമ്പോൾ അത് അയക്കപ്പെട്ടവൻ എന്ന് വരും കേട്ടോ. പ്രേക്ഷിതനാവുമ്പോൾ അത് അയക്കപ്പെട്ടവൻ. മറ്റേതെന്താ? പ്രേക്ഷിതനാണെങ്കിൽ കാണപ്പെട്ടവനാ. അപ്പോൾ പ്രേക്ഷിതനാണെങ്കിലോ അയക്കപ്പെട്ടവൻ. പ്രേക്ഷകനാണെങ്കിൽ കാണുന്നയാള്, അപ്പോൾ പ്രേക്ഷകനോ അത് അയക്കുന്നയാള്. ഓക്കെ, അതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഓപ്ഷൻ എ ഗുരുക്കൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏതാണ്? ഗുരുക്കൾ. അതായത് ഈ പൂജക ബഹുവചനം ഒരിക്കലും ബഹുവചനം രൂപമായി വരത്തില്ല കേട്ടോ. പൂജക ബഹുവചനങ്ങൾ ബഹുവചനമല്ല ശരിക്കും. കാരണം പൂജക ബഹുവചനം എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാന അർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ. ഓർത്തു വെക്കുക, പൂജക ബഹുവചനം എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാന അർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ. അപ്പോൾ ഇവിടെ
പൂജക ബഹുവചനത്തിൽ വരുന്നതാണ് ഗുരുക്കൾ. അപ്പോൾ അത് അർത്ഥം കൊണ്ട് ഏകവചനം. അപ്പോൾ ഇവിടെ എന്താണ് ബഹുവചന രൂപമായി വരാത്ത പദം ഏതാണ്? ഗുരുക്കൾ. വധുവിൻ്റെ ബഹുവചന രൂപമാണ് വധുക്കൾ. വധുവിൻ്റെ ബഹുവചന രൂപം വധുക്കൾ. പിതാവിൻ്റെ ബഹുവചന രൂപമാണ് പിതാക്കൾ. കുഞ്ഞ് എന്നതിൻ്റെ ബഹുവചന രൂപമാണ് കുഞ്ഞുങ്ങൾ. ഓക്കെ, അപ്പം വധു എന്നതിൻ്റെ ബഹുവചന രൂപം വധുക്കൾ, പിതാവ് എന്നതിൻ്റെ ബഹുവചന രൂപം പിതാക്കൾ, കുഞ്ഞ് എന്നതിൻ്റെ ബഹുവചന രൂപം കുഞ്ഞുങ്ങൾ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി മടയൻ. താഴെ കൊടുത്തിരിക്കുന്നതിലെ ശരിയായ പദം ഏതാണ്? മടയൻ. മടയനിൽ ഇതേ നോക്കിക്കേ, ഈ ഡാ വരുന്നത് എസ് പോലിരിക്കുന്ന ഡായാണ് കേട്ടോ. എസ് പോലിരിക്കുന്ന ഡായാണ് മടയനിൽ വരുന്നത്. മടയൻ എസ് പോലിരിക്കുന്ന ഡായാണെന്ന് ഓർത്ത് വെക്കുക. ക്യാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത്? ഓപ്ഷൻ സി ആകാശക്കോട്ട. ക്യാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ്? ആകാശക്കോട്ട. ആകാശക്കോട്ട എന്ന് വെച്ചാൽ എന്താ? പകൽ കിനാവ് അല്ലെങ്കിൽ നടക്കാത്ത സ്വപ്നം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ്? ആകാശക്കോട്ട. ആകാശക്കോട്ട എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പകൽ കിനാവ് അല്ലെങ്കിൽ നടക്കാത്ത സ്വപ്നം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. പകൽ കിനാവ്, നടക്കാത്ത സ്വപ്നം. സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി കിഞ്ചിഞ്ചൻ. സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? കിഞ്ചിഞ്ചൻ. സർവജ്ഞൻ, വിപരീത പദം കിഞ്ചിഞ്ചൻ. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ഓപ്ഷൻ ഡി പൊൽക്കുടം. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. പൊൽക്കുടം. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഏട് കെട്ടുക. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഏട് കെട്ടുക. തനാശി പാടുക, ഭരതവാക്യം ചൊല്ലുക. ഇതിൻ്റെ അർത്ഥമാണ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അവസാനിക്കുക. ഓർത്ത് വെക്കുക, ഇതിന് രണ്ടിനും സെയിം അർത്ഥമാണ് കേട്ടോ. തനാശി പാടുക, ഭരതവാക്യം ചൊല്ലുക. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അവസാനിക്കുക എന്നാണ്. ശിങ്കിടി പാടുക എന്നതിൻ്റെ അർത്ഥം ഏറ്റുപാടുക എന്നാണ്. ശിങ്കിടി പാടുക അർത്ഥം ഏറ്റുപാടുക. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയേ. നാടകത്തിൻ്റെ അവസാനത്തിൽ പാടുന്നതാണ് ഭരതവാക്യം ചൊല്ലുന്നത്. നാടകത്തിൻ്റെ അവസാനം പാടുന്നതാണ് ഭരതവാക്യം ചൊല്ലുക എന്നുള്ളത്. കഥകളിയുടെ അവസാനം പാടുന്നതാണ് തനാശി പാടുക എന്നുള്ളത് കേട്ടോ. കഥകളിയുടെ അവസാനത്തിൽ പാടുന്നതാണ് തനാശി പാടുക. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. PSC ഇതുവരെ ചോദിച്ചതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്? നാടകത്തിൻ്റെ അവസാനത്തിൽ പാടുന്നതാണ് ഭരതവാക്യം ചൊല്ലുന്നത്. അതുപോലെ കഥകളിയുടെ അവസാനം പാടുന്നതാണ് തനാശി പാടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുകൂടി പറഞ്ഞേക്കാം. എന്താണ്? പഠിത്തം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാ? ഏട് കെട്ടുക. അതുപോലെ തനാശി പാടുക, ഭരതവാക്യം ചൊല്ലുക. ഇതിൻ്റെ അർത്ഥം സെയിം ആണ്. എന്താണ്? അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. ശിങ്കിടി പാടുക എന്നതിൻ്റെ അർത്ഥമാണ് ഏറ്റുപാടുക. ശിങ്കിടി പാടുക, ഏറ്റുപാടുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശ്വശ്വരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ശ്വശ്രു. ശ്വശ്വരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാണ്? ശ്വശ്രു. ശ്വശ്വരൻ എന്ന് വെച്ചാൽ അർത്ഥം സിമ്പിളായിട്ട് പറഞ്ഞാൽ അമ്മായിയച്ഛൻ എന്നാണ് അർത്ഥം കേട്ടോ. ശ്വശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം അമ്മായിയച്ഛൻ. അതായത് എന്താണ്? ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനെയാണ് ശ്വശ്വരൻ എന്ന് വിളിക്കുന്നത്. അതാണല്ലോ അമ്മായിയച്ഛൻ. ശ്വശ്രു എന്ന് വെച്ചാൽ അർത്ഥം അമ്മായി അമ്മ. അതായത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മേനെയാണ് ശ്വശ്രു എന്ന് വിളിക്കുന്നത്. അതാണല്ലോ അമ്മായി അമ്മ. അപ്പോൾ എന്താണ്? ശ്വശ്വരൻ, അമ്മായിയച്ഛൻ, ശ്വശ്രു, അമ്മായി അമ്മ. അപ്പോൾ ശ്വശ്വരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാണ്? ശ്വശ്രു. ശ്വശ്രു ആണ് കേട്ടോ. ശ്വശ്രു.
ശ്രു ആണ് കേട്ടോ, ശ്വശ്രു, ശ്വശ്വരൻ, ശ്വശ്രു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. VFA എന്ന് പറയുന്നത് ഒരു 10th മെയിൻസ് എക്സാമാണ്, നല്ലൊരു എക്സാമാണ്. വളരെ അതിന് സിലബസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം. 10th മെയിൻസിൻ്റെ ഒരു സാധാരണ സിലബസ് ആണ്, നല്ല ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. 10th മെയിൻസ് ഒത്തിരി ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലല്ലോ. പിന്നെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇരിക്കും കേട്ടോ. ചില 10th മെയിൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല ടഫാണ്. അപ്പം പ്രീവിയസ് ഇയറിലെ ചിലത് നല്ല സിമ്പിളാണ്. അപ്പം നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ സിലബസിലുള്ളത് ഫുൾ കവർ ചെയ്ത് പഠിക്കുക, സിലബസിലുള്ള ഒന്നും വിടരുത്. കാരണം അങ്ങനെ വിട്ട് പഠിച്ചാൽ ചിലപ്പോൾ നമ്മൾ നോക്കാതെ പോകുന്ന ആ ഒരു ടോപ്പിക്കായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് കയറി വരുന്നത്. അപ്പോൾ സിലബസിലുള്ളത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത് ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, രണ്ടും പഠിക്കാൻ പറ്റുന്നവർ രണ്ടും പഠിക്കുക കേട്ടോ. എന്നിട്ട് റാങ്ക് ഫയൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് എടുക്കുക. എന്നിട്ട് അതിലെ ഓരോ പേജും 2 പ്രാവശ്യം വായിച്ചിട്ടേ ഉള്ളൂ നെക്സ്റ്റ് പേജ് വായിക്കാവുള്ളൂ. ഓരോ പേജും 2 പ്രാവശ്യം വായിച്ച് വേണം നെക്സ്റ്റ് പേജ് വായിക്കാൻ. അങ്ങനെ അത് 1-2 പ്രാവശ്യം ഒന്ന് റിവിഷൻ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അങ്ങനെ പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് എത്ര വായിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ലെന്ന്. നിങ്ങൾ ഓരോ പേജും 2 പ്രാവശ്യം വീതം വായിച്ച് നെക്സ്റ്റ് പേജ് വായിക്കുക. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് അത് കാണുമ്പോൾ ഓർമ്മ വന്നിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലോ ക്വസ്റ്റ്യൻ ബാങ്കോ എത്ര പേജ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും എത്ര പേജ് പഠിച്ചാൽ അത് തീരുമെന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ വായിക്കുക. ഓരോ പേജും 2 പ്രാവശ്യം വീതം വായിച്ച് മാത്രം നെക്സ്റ്റ് പേജ് വായിക്കുക. അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും പിന്നീട് അത് ഓർമ്മ കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു 2 വട്ടമൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജുകാർക്ക് ഇനി പറ്റുമോയെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് സ്റ്റേജുകാരും തേർഡ് സ്റ്റേജുകാരും ഒക്കെ അങ്ങനെ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് സ്റ്റേജുകാർ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് റിവിഷൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, എല്ലാ സബ്ജക്റ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSC ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, അതുപോലെ റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീ, ഫൈനൽ ആൻസർ കീ മാർക്ക് ചെയ്ത PDF ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്